ജാൻ ഹസ് ഏകദേശം 1372–1415 ഒരു ചെക്ക് ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആദ്യകാല സഭാ പരിഷ്കർത്താവുമായിരുന്നു. അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ മധ്യ യൂറോപ്പിലെ ക്രിസ്തുമതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുകയും പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് അടിത്തറയിടുകയും ചെയ്തു. ബൊഹീമിയയിൽ ആധുനിക ചെക്ക് റിപ്പബ്ലിക് ജനിച്ച സ്പ്രാഗ് സർവകലാശാലയിൽ പഠിച്ചു. അവിടെ അദ്ദേഹം ബഹുമാന്യനായ ഒരു പ്രസംഗകനും പിന്നീട് റെക്ടറുമായി. ഇംഗ്ലീഷ് പരിഷ്കർത്താവായ ജോൺ വൈക്ലിഫിന്റെ രചനകളിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ഹസ് കത്തോലിക്കാ സഭയിലെ ധാർമ്മിക പരാജയങ്ങളെയും അഴിമതിയെയും, പ്രത്യേകിച്ച് പാപമോചന വിൽപ്പനയെയും പുരോഹിതരുടെ വലിയ ശക്തിയെയും വിമർശിച്ചു. സഭാ പാരമ്പര്യത്തിനു മുകളിൽ ബൈബിളിന്റെ അധികാരം അദ്ദേഹം ഊന്നിപ്പറയുകയും പോപ്പല്ല, ക്രിസ്തുവാണ് സഭയുടെ യഥാർത്ഥ തലവൻ എന്ന് വാദിക്കുകയും ചെയ്തു. ഹസിന്റെ വീക്ഷണങ്ങൾ ചെക്ക് ജനതയിൽ പ്രശസ്തി നേടി. പക്ഷേ സഭാ അധികാരികളിൽ നിന്ന് കടുത്ത എതിർപ്പ് നേരിട്ടു. സുരക്ഷിതമായ പെരുമാറ്റത്തിനുള്ള വാഗ്ദാനത്തിൽ 1414 അദ്ദേഹത്തെ കോൺസ്റ്റൻസ് കൗൺസിലിലേക്ക് വിളിപ്പിച്ചു. എന്നിരുന്നാലും അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പാഷണ്ടയ്ക്ക് വിചാരണ ചെയ്യുകയും ഒടുവിൽ ശിക്ഷിക്കുകയും ചെയ്തു. തന്റെ വിശ്വാസങ്ങൾ ഉപേക്ഷിക്കാൻ ഹസ് വിസമ്മതിച്ചു. 1415 ജൂലൈ 6 അദ്ദേഹത്തെ സ്തംഭത്തിൽ കത്തിച്ചു. പരിഷ്കരണത്തിനായുള്ള രക്തസാക്ഷിയായി അദ്ദേഹത്തിന്റെ മരണം ബൊഹീമിയയിൽ പ്രതിഷേധം ആളിക്കത്തിക്കുകയും ഹുസൈറ്റ് യുദ്ധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അനുയായികളും ഹുസൈറ്റുകൾ, കത്തോലിക്കാ ശക്തികളും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഒരു പരമ്പരയായിരുന്നു അത്. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പരിശ്രമത്തിൽ മതപരമായ അധികാരത്തെ വെല്ലുവിളിച്ച ധീരനായ ഒരു പരിഷ്കർത്താവായാണ് ജാൻ ഹസ് ഓർമ്മിക്കപ്പെടുന്നത്. മാർട്ടിൻ ലൂഥർ പോലുള്ള പിൽക്കാല പരിഷ്കർത്താക്കൾക്ക് പ്രചോദനം നൽകുകയും പ്രൊട്ടസ്റ്റന്റ് മതത്തിന്റെ ഉയർച്ചയ്ക്ക് സംഭാവന നൽകുകയും ചെയ്ത അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിന്നു.